ഹലോ ഗൈസ്, സൺഡേ ചർച്ചിലൊക്കെ പോയിട്ട് വീട്ടിൽ വന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങായിരുന്നു. എന്നെ വിളിച്ചുകൊണ്ട് എൻ്റെ അപ്പനും അമ്മയും കൂടെ എവിടെയോ പോവാണ്. എനിക്കാണ് എങ്ങോട്ടാണെന്നോ ഒരു പിടുത്തമില്ല. ആ ഫ്രണ്ടിലിരിക്കുന്നത് രണ്ടുപേരും എൻ്റെ പപ്പയും അമ്മയും ആയതുകൊണ്ട് തന്നെ എവിടെ പോകണമെന്ന് ഞാൻ അറിയേണ്ട കാര്യമില്ല. എനിക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടിരിക്കും. പുറത്തോട്ട് നോക്കി അവിടെയുള്ള വൃക്ഷലതാദികളെല്ലാം കണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. മരങ്ങളൊക്കെ കണ്ടിങ്ങനെ ചിന്തിച്ചിരിക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ ഒരു നിവർത്തിയുമില്ല. ഞാൻ ഏതൊക്കെയോ പള്ളിമുറ്റത്തൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. എവിടെ ചെടി കണ്ടാലും എൻ്റെ മമ്മി വിളിച്ച് കാണിച്ചു തരും. ഇതേ എൻ്റെ മമ്മീനെ കൊണ്ടൊന്ന് ഫോട്ടോഷൂട്ട് നടക്കുക ഒരു സൈഡിൽ കൂടെ. ഞാൻ ഇവിടെ ഉറക്കുന്നിരിക്കുമ്പോൾ ഫോട്ടോഷൂട്ട്. ഞാനാണെങ്കിൽ കിടന്ന് സമാധാനമായിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ച് വന്ന എന്നെ വിളിച്ചുകൊണ്ട് ഇവിടെ ഫോട്ടോഷൂട്ടിന് വന്നേക്കും ഒരാൾ. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് കിളിയൊക്കെ പോയിരിക്കുക. എങ്ങനെയും ഒന്ന് പോയി കിടന്ന് ഉറങ്ങിയാൽ മതി നേരം. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് സിനിമ നടി ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതിനേക്കാളും നല്ല ഫോട്ടോസ് ഞാൻ എടുത്തു കൊടുക്കുമായിരുന്നു. ആരോടോ വിളിച്ച് എന്തൊക്കെയോ തള്ളി മറിക്കുകയാണ് ഗൈസ്. മര്യാദയ്ക്ക് ഉറങ്ങുമായിരുന്നു എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട്. ആ ചിരി കണ്ടില്ലേ, കള്ള ചിരി. ഞങ്ങളിങ്ങനെ മുഖത്തോട് നോക്കി ഇങ്ങനെ ഇരിക്കും. ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് യുനോ. ഞാൻ ഉറങ്ങാൻ വേണ്ടി ആ തോളിലോട്ടൊന്ന് ചാരി കിടന്നപ്പോഴത്തേക്ക് എൻ്റെ വീഡിയോസ് എന്നെ ഇട്ടിട്ട് എനിക്ക് ഏൽപ്പിച്ചിരുന്നു. ഇതുപോലെ ആത്മാർത്ഥതയുള്ള വേറൊരു ഫാൻ എനിക്കില്ല. ഞാൻ ഫുഡ് മേടിച്ചതിനോട് ഞാൻ എല്ലാം ക്ഷമിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ കുടുംബ വീട്ടിലോട്ടങ്ങ് പോയി. കുടുംബ വീട്ടിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്റ്റാർ ഇവളാ, റോക്സി. കൂട്ടിനകത്തുനിന്ന് പുറത്തിറക്കാത്തതുകൊണ്ട് അവൾ എൻ്റെ കൈ അവിടെ ഇറുക്കി വെച്ചേക്കുക. എല്ലാ ഉടായ്പും അറിയാം.